Hi all, welcome back to a new video. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് 4-ലെ EVS-ലെ യൂണിറ്റ് 1 ആണ്. ICSE സിലബസ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ലിവിങ് ടുഗദർ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മീനിങ് ആണ്. മീനിങ് ഓഫ് ലിവിങ് ടുഗദർ. നമുക്കറിയാമല്ലോ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരുമിച്ച് ഒരു കോപ്പറേഷനോടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന, ഒരു കെയർ കൊടുക്കുക, ഷെയർ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, ഒരുമിച്ച് നമ്മൾ മുന്നേറുക, അതിനാണ് നമ്മൾ എന്താ പറയുക ലിവിങ് ടുഗദർ എന്ന് പറയുക അല്ലേ. ലിവിങ് ടുഗദർ മീൻസ് പീപ്പിൾ ഇൻ എ ഫാമിലി, സ്കൂൾ ഓർ കമ്മ്യൂണിറ്റി ഹെൽപ്പിംഗ്, ഷെയറിങ് ആൻഡ് കോപ്പറേറ്റിംഗ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ എന്താ, ഒരു ഫാമിലിയിലുള്ളവരാകുക, അല്ലെങ്കിൽ ഒരു സ്കൂളിലോ ഒരു കമ്മ്യൂണിറ്റിയിലോ ഒരു സൊസൈറ്റിയിലൊക്കെ ഉള്ള ആളുകൾ പരസ്പരം ഹെൽപ്പ് ചെയ്തും ഷെയർ ചെയ്തും കോപ്പറേറ്റ് ചെയ്തും അവരെന്താ പരസ്പരം മുന്നോട്ട് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക ലിവിങ് ടുഗദർ എന്ന് പറയാം. ലിവ് ടുഗദർ മീൻസ് ഹെൽപ്പിംഗ് ആൻഡ് കെയറിങ് ഫോർ വൺ അനദർ ഇൻ എ കമ്മ്യൂണിറ്റി. നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എന്താ, അതിനാണ് നമ്മൾ എന്ത് പറയുക ലിവിങ് ടുഗദർ എന്ന് പറയാം. നെക്സ്റ്റ്, എ ടൂർ അറൗണ്ട് മൈ വില്ലേജ് ആണ്. അപ്പോൾ ചന്ദൻ ലിവ്സ് ഇൻ എ ബ്യൂട്ടിഫുൾ വില്ലേജ്, ഇൻ ഹിസ് വില്ലേജ് ദർ ആർ. അപ്പോൾ ചന്ദൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വില്ലേജ് എന്താ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആ ഒരു വില്ലേജിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ് ഹൗസസ് ആണ്. ഒരുപാട് ഹൗസസ് ഉണ്ട്. ബിഗ് ബെനിയൻ ട്രീസ്, വലിയ ആൽമരങ്ങൾ, അതേപോലെ പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്, റോഡ്സ് ഉണ്ട്, വെൽസ് ആൻഡ് പോൺസ് ഉണ്ട്, സ്കൂള്, ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട്, ഷോപ്സ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചന്ദൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടീൻ്റെ വില്ലേജിൽ. നെക്സ്റ്റ്, ദീസ് പ്ലേസസ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് പീപ്പിൾ യൂസ് ദം എവറി ഡേ. ഈ പ്ലേസസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റീസൺ എന്താ, എല്ലാ ദിവസവും ആളുകൾ ഈ പ്ലേസസ് ഒക്കെ നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഓരോ പ്ലേസസ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്ക് പീപ്പിൾ ആൻഡ് പ്ലേസസ് ഇൻ അവർ കമ്മ്യൂണിറ്റി ആണ്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വണ് ഷോപ്പ് കീപ്പറാണ്. നമുക്കറിയാം അല്ലേ, നമ്മൾ എന്തിനാണ് ഷോപ്പ് കീപ്പറിൻ്റെ അടുത്ത് പോവുക. ഷോപ്പ് കീപ്പർ എന്തായിരിക്കും ചെയ്യുക, ഫുഡ് സെല്ല് ചെയ്യും. ചിലപ്പോൾ ഫുഡ് മാത്രമായിരിക്കില്ല, ക്ലോത്ത്സ് ആവാം, ഡെയിലി യൂസ് ഐറ്റംസ് ആയിരിക്കാം. പ്രൊവൈഡ് തിങ്സ് പീപ്പിൾ നീഡ്. ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഈ ഷോപ്പ് കീപ്പർ സെൽ ഗുഡ്സ് നീഡഡ് ബൈ പീപ്പിൾ. ആളുകൾക്ക് ആവശ്യമുള്ള ഗുഡ്സൊക്കെ എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുക, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. നെക്സ്റ്റ്, സെക്കൻഡ് വണ് റോഡാണ്. റോഡ് എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, കണക്ട് ഡിഫറെൻറ്റ് പ്ലേസസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് പീപ്പിൾ ആൻഡ് വെഹിക്കിൾസ് ട്രാവൽ ഈസിലി. പീപ്പിൾസിനാണെങ്കിലും വെഹിക്കിൾസിനൊക്കെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ട്രാൻസ്പോർട്ട് ഗുഡ്സൊക്കെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് റോഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹെൽപ്പ് പീപ്പിൾ ടു ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ആളുകൾക്കാണെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് വളരെ കുറഞ്ഞ ടൈമിൽ എന്ത് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ റോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഹെൽത്ത് സെൻ്റർ ആണ്. ഹെൽത്ത് സെൻറ്ററിൽ എന്താ ചെയ്യുക, ട്രീറ്റ് സിക്ക് പീപ്പിൾ. വയ്യാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുക, അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ട മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. ഹെൽപ്പ് ഡ്യൂറിങ് എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അവർ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹെൽത്ത് സെൻറ്റർ പ്രൊവൈഡ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് മെഡിസിൻസ്. നെക്സ്റ്റ്, പോലീസാണ്. എന്തായിരിക്കും പോലീസിൻ്റെ ഡ്യൂട്ടി, പ്രൊട്ടക്റ്റ് പീപ്പിൾ ആണ് അല്ലേ. ഒരു രാജ്യത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ റെസ്പോൺസിബിലിറ്റി. മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ആണ്. നെക്സ്റ്റ്, കീപ് ദ കമ്മ്യൂണിറ്റി സേഫ്. പോലീസ് മെയിൻറ്റെയിൻ പീസ് ആൻഡ് പ്രൊട്ടക്റ്റ് പീപ്പിൾ. നമ്മൾ പറഞ്ഞ സെയിം പോയിൻറ്റ്സ് തന്നെയാണ്. നെക്സ്റ്റ്, സ്കൂളാണ്. സ്കൂളിൽ എന്താ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷനാണ്, ലൈക്ക് യൂസ് എഡ്യൂക്കേഷൻ. ഹെൽപ്പ് ചിൽഡ്രൻ ലേൺ ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് വാല്യൂസ്. നല്ല നല്ല ഗുഡ് ഹാബിറ്റ്സും വാല്യൂസൊക്കെ കുട്ടികൾ പഠിക്കുന്നത് ഇവിടുന്ന് ആ സ്കൂളിൽ നിന്നാണ് അല്ലേ. ബിൽഡ് നോളജ് ആൻഡ് സ്കിൽസ്. അവരുടെ നോളജും സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ എ സ്കൂൾ ഹെൽപ്സ് ചിൽഡ്രൻ ലേൺ ആൻഡ് ഗ്രോ. കുട്ടികളെ ലേൺ ചെയ്യാനും ഗ്രോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സ്കൂൾസാണ്. നെക്സ്റ്റ് വണ് വൈ പബ്ലിക് പ്ലേസസ് ആർ ഇമ്പോർട്ടൻറ്റ്. പബ്ലിക് പ്ലേസസ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, പാർക്കുകൾ, സ്കൂള്, ഹോസ്പിറ്റല്, ബസ് സ്റ്റോപ്പ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യൂല. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ, പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ബൈ എവരി വൺ ആണ് അല്ലേ. ദേ ഹെൽപ്പ് അസ് ടു സ്റ്റഡി, പ്ലേ, ട്രാവൽ, മീറ്റ് അതേഴ്സ്, ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പബ്ലിക് പ്ലേസസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് എല്ലാവർക്കും ഈക്വലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് മാത്രമായിരിക്കും അതിൻ്റെ ഓണർഷിപ്പ്. പബ്ലിക് ആകുമ്പം അതെല്ലാവർക്കും ഈക്വലി അതിൻ്റെ ഒരു യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ്, വൻ മഹോത്സവമാണ്. വൻ മഹോത്സവം എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ ഓഫ് പ്ലാന്റിംഗ് ട്രീസ് ആണ്. സെലിബ്രേറ്റഡ് എവറി ഇയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എല്ലാ ഇയറും സെലിബ്രേറ്റ് ചെയ്യും. യൂഷ്വലി ഒബ്സർവ്ഡ് ഫ്രം ജൂലൈ 1 to ജൂലൈ 7 ആണ്. ജൂലൈ 1 to 7 ഇടയിലാണിത് നമ്മൾ യൂഷ്വലി
സെലിബ്രേറ്റ് ചെയ്യുന്നത്. പീപ്പിൾ പ്ലാന്റ് ട്രീസ് ആൻഡ് പ്രൊട്ടക്ട് നേച്ചർ. ആളുകൾ എന്താ ട്രീസ് പ്ലാന്റ് ചെയ്യുക, അതേപോലെ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇത് മുന്നോട്ട് വെക്കുന്ന എയിംസ് കേട്ടോ. വൻ മഹോത്സവ് ഇസ് എ ഫെസ്റ്റിവൽ ഇൻ വിച്ച് പീപ്പിൾ പ്ലാന്റ് ട്രീസ് ടു മേക്ക് ദ എൻവയോൺമെൻറ്റ് ഗ്രീൻ ആൻഡ് ഹെൽത്തി. നമ്മുടെ എൻവയോൺമെൻറ്റ് ഒന്നും കൂടി ഗ്രീനും ഹെൽത്തി ഒക്കെ ആവണമെങ്കിൽ നമുക്ക് എന്താ ഒരുപാട് ട്രീസും പ്ലാന്റ്സ് ഒക്കെ ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യുക, ആളുകൾ കൂടുതൽ ഇതൊക്കെ നടുക. അങ്ങനത്തെ ഓരോ എയിംസാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. വൈ ഡു വി പ്ലാന്റ് ട്രീസ്? എന്തിനായിരിക്കും നമ്മൾ ഈ ട്രീസൊക്കെ പ്ലാന്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? അപ്പോൾ ട്രീസ് എന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗിവ്സ് എസ് ഓക്സിജൻ, നമുക്ക് നല്ല ഓക്സിജൻ തരും. അതേപോലെ നമ്മുടെ എയർ നല്ല ക്ലീൻ ആയിട്ട് വെക്കും, നമുക്ക് നല്ല ഷെയ്ഡ് തണൽ തരും. അതേപോലെ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സറൗണ്ടിങ് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി ആണ്. ദ വില്ലേജസ് വർക്ക്ഡ് ടുഗദർ ടു പ്രിപ്പയർ ഫോർ വൻ മഹോത്സവ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. ഓരോരുത്തരും ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡ്യൂട്ടീസ്. ഷീല സെഡ് ദ പാർക്ക് നീഡ്സ് റിപ്പയർ. അപ്പോൾ പാർക്ക് റിപ്പയർ ചെയ്തിട്ടുണ്ട്, നല്ല ക്ലീൻ ആക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സമീർ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന പാർക്കിലുള്ള ബെഞ്ചസ്, കുറേ നെയിൽസൊക്കെ കൊണ്ടുവന്ന് വുഡൊക്കെ കൊണ്ടുവന്ന് കേടായതൊക്കെ നന്നാക്കുകയൊക്കെ ചെയ്യുകയാണ്. നെക്സ്റ്റ് നൂറാണ്. നൂർ എന്താ ഒരുപാട് തൈകളൊക്കെ പോയി നഴ്സറിയിൽ നിന്ന് വാങ്ങി അതൊക്കെ എന്ത് ചെയ്യാം നടുകയാണ്. നെക്സ്റ്റ് ബബിതയാണ്. ബബിത എന്താ സ്ട്രീറ്റ് ലൈറ്റൊക്കെ റിപ്പയർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇതിൽ? അതായത് എവരി വൺ ഹെൽപ്ഡ് ഇൻ സം വേ. വെൻ പീപ്പിൾ വർക്ക് ടുഗദർ വർക്ക് ബിക്കം ഈസി ആൻഡ് സക്സസ്ഫുൾ. അപ്പോൾ എല്ലാവരും എന്താ പരസ്പരം ഓരോ ജോലികൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വർക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. നമുക്ക് കുറഞ്ഞ ടൈമിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ടുഗദർനെസ്, ഒരു കോപ്പറേഷനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഷെയറിങ് എ മീലാണ്. ആഫ്റ്റർ പ്ലാന്റിങ് ട്രീസൊക്കെ നട്ടതിന് ശേഷം വില്ലേജസ് കുക്ക്ഡ് ഫുഡ് ടുഗദർ. അവർ ഒരുമിച്ച് എന്ത് ചെയ്തു? ഫുഡൊക്കെ കുക്ക് ചെയ്തു. എന്നിട്ട് അവർ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എവരി വൺ സാറ്റ് ടുഗദർ ആൻഡ് ഈറ്റ്. എല്ലാവരും ഒരുമിച്ച് ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ചിൽഡ്രൻ ഡിസ്ട്രിബ്യൂട്ടഡ് ബനാന ലീവ്സ്. അപ്പോൾ ഈ ഒരു വാഴ ഇലയിലാണ് കഴിക്കുന്നത്. ചിൽഡ്രൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ബനാന ലീവ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. വോളണ്ടിയേഴ്സ് എന്ത് ചെയ്തു? ഫുഡ് സേവ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്ത് അവരുടെ ഫുഡ് കഴിച്ചു. ദെൻ ഷെയറിങ് ഫുഡ് ടുഗദർ ഇൻക്രീസസ് ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്താ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ലവും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു? ബനാന ലീവ്സ് വെർ ബറീഡ് ഇൻ എ പിറ്റ്. അവരെന്ത് ചെയ്തു? ഒരു കുഴി കുഴിച്ച് അതിൽ കൊണ്ട് ഈ ബനാന ലീവ്സൊക്കെ കൊണ്ടിട്ടു. ദേ ഡീകമ്പോസ്ഡ് ആൻഡ് ബിക്കം മാനുവർ. അതെന്താ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നല്ല ജൈവവളമായി മാറി. പിന്നെ മാനുവർ ഇംപ്രൂവ്സ് സോയിൽ ഫെർട്ടിലിറ്റി. അതെന്താ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ആൻസ് ആൻഡ് ബീസസ് കമ്മ്യൂണിറ്റീസ് ആണ്. ആൻസ് ആൻഡ് ബീസ് ഓൾസോ ലിവ് ടുഗദർ ലൈക്ക് ഹ്യൂമൻസ്. നമ്മൾ മനുഷ്യരെ പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആൻസും ബീസൊക്കെ ഒരുമിച്ച് തന്നെയാണ് അവർ ജീവിക്കുന്നത്. ഡിഫറെൻറ്റ് മെമ്പേഴ്സ് അവർ ഡിഫറെൻറ്റ് ജോബ്. അവർക്ക് എന്താ ഡിഫറെൻറ്റ് മെമ്പേഴ്സിന് ഡിഫറെൻറ്റ് ജോബ്സ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും അവർ ചെയ്യുന്നത്? ചിലർ എന്താ കളക്ട് ഫുഡ് ആയിരിക്കും, ചിലർ പ്രൊട്ടക്ട് ദ ഹോം ആയിരിക്കും, ചിലർ ടേക്ക് കെയർ ഓഫ് ബേബീസ് ആയിരിക്കും, ചിലർ ബിൽഡ് ഹൈവ്സ് എന്ന് പറഞ്ഞാൽ തേനീച്ച കൂടാണ് കേട്ടോ. അവരുടെ കൂടുകളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ആയിരിക്കും. ആൻസ് ആൻഡ് ബീസ് ടീച്ചേഴ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടീം വർക്ക്. ഇവർ നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? ഒരു ടീം വർക്കിൻ്റെയും കോപ്പറേഷൻ്റെയൊക്കെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് വേസ് ടു കെയർ ഫോർ നേച്ചർ ആൻഡ് അവർ നൈബർഹുഡ്. എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സറൗണ്ടിങ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ത്രോ വേസ്റ്റ് ഇൻ ഡസ്റ്റ്ബിൻസ്. വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിയാതെ എന്ത് ചെയ്യുക? അതൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ ഇടുക. അതേപോലെ വാട്ടർ സേവ് ചെയ്യുക, നമ്മുടെ നൈബേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, പബ്ലിക് പ്ലേസസ് ഒക്കെ എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ നൈബർഹുഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് അവർ സ്കൂൾ അവർ ടീം. അതായത് മെനി പീപ്പിൾ വർക്ക് ടുഗദർ ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിൽ ആയിരിക്കും ഉണ്ടാവുക? ടീച്ചർ ആയിരിക്കും അല്ലേ. ഫസ്റ്റ് വൺ ടീച്ചറിൻ്റെ ഡ്യൂട്ടി എന്താ? ടീച്ചർ സ്റ്റുഡൻസ്, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. സ്റ്റുഡൻസിൻ്റെ ഡ്യൂട്ടി എന്താ? സ്റ്റഡി ആൻഡ് ഫോളോ റൂൾസ്, പഠിക്കുക, അതേപോലെ സ്കൂളിൽ ഓരോ റൂൾസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. പിന്നെ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ആരാ? ബസ് ഡ്രൈവറിൻ്റെ ഡ്യൂട്ടി എന്തായിരിക്കും? ബ്രിങ് സ്റ്റുഡൻസ് സേഫ്ലി ടു സ്കൂളിലേക്ക് കൊണ്ടുവരിക, അതേപോലെ റിട്ടേൺ കൊണ്ടാക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഗാർഡ് പ്രൊവൈഡ് സെക്യൂരിറ്റി ആണ്. സ്വീപ്പർ എന്താ ചെയ്യുക? കീപ്സ് ദ സ്കൂൾസ് ക്ലീൻ, അതായത് സ്കൂൾ ക്ലീൻ ആക്കി വെക്കും. അതേപോലെ പ്രിൻസി എന്ത് ചെയ്യും? മാനേജ് ദ സ്കൂൾ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന പ്രിൻസിയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്കൂളിൽ കാണാൻ പറ്റുന്ന ഓരോ ആളുകളാണ് അല്ലേ. ടീച്ചേഴ്സിനെ കാണാം, സ്റ്റുഡൻസിനെ കാണാം, ബസ് ഡ്രൈവറിനെ കാണാം, ഗാർഡ്, സ്വീപ്പർ, അതേപോലെ ഓഫീസ് സ്റ്റാഫുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുക?
മുന്നോട്ട് പോയാൽ മാത്രമേ സ്കൂൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഫോർ എക്സാമാണ്. എക്സാമിനായിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നാണ്. ലിവിങ് ടുഗദർ ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. എന്താണ് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ? ഹെൽപ്പിംഗ് ആൻഡ് കോപ്പറേറ്റിംഗ് വിത്ത് ഈച്ച് അതർ. അതിനാണ് നമ്മൾ ലിവിങ് ടുഗദർ എന്ന് പറയുക. നെക്സ്റ്റ് ആണ് പബ്ലിക് പ്ലേസസ് ആണ്. പബ്ലിക് പ്ലേസസ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ബൈ എവരി വൺ ഇൻ ദ കമ്മ്യൂണിറ്റി ആണ്. നെക്സ്റ്റ് വൻ മഹോത്സവമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താ വൻ മഹോത്സവ് ഇസ് ദ ഫെസ്റ്റിവൽ ഓഫ് പ്ലാന്റിംഗ് ട്രീസ് ആണ്. ട്രീസ് മേക്ക് ദ എൻവയോൺമെൻറ്റ് ഗ്രീൻ ആൻഡ് ഹെൽത്തി. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു പാർക്ക് വൃത്തിയാക്കുന്ന കാര്യമൊക്കെ അല്ലേ പറഞ്ഞത്. അപ്പോൾ ടീം വർക്ക് എന്ന് പറയുന്നത് മേക്സ് ഡിഫിക്കൽട്ട് ടാസ്ക് ഈസിലി. ദെൻ ഷെയറിങ് മീൽസ് ഇൻക്രീസസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് യൂണിറ്റി. നെക്സ്റ്റ് പോയിന്റ് ബെറീഡ് ലീവ്സ് ബിക്കം മാനൂർ ആൻഡ് ഇംപ്രൂവ് സോയിൽ ക്വാളിറ്റി. ഇപ്പോൾ നമ്മൾ ആ ഒരു വാഴയില കുഴിച്ചിട്ട് അതെന്താ പിന്നീട് നല്ലൊരു ജൈവവളമായി മാറുകയും അതെന്താ നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ ആൻസ് ആൻഡ് ബീസ് ടീച്ചേഴ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേഷൻ. എവരി പേഴ്സൺ ഇൻ എ കമ്മ്യൂണിറ്റി ഹാസ് എ സ്പെസിഫിക് റോൾ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഓരോ ആളുകൾക്കും എന്താ ഓരോ സ്പെസിഫിക് റോൾസ് ഉണ്ട് അല്ലേ. കീപ്പിംഗ് അവർ സറൗണ്ടിങ് ക്ലീൻ ഈസ് എവരി വൺ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് എന്താ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ മനസ്സിലാക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.